വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നലെ അവലും പഴവും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതിനായി ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു 4 ചെറുപഴം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം എടുക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് അവലാണ്. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ. അവലൊന്ന് കുതിർന്ന് വരുന്നത് വരെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഞാനൊരു 15 മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ട്. അവല് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാൻ വെച്ചു കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാനിവിടെ ഏലക്ക ചതച്ചതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ വേണ്ടത് 1 കപ്പ് ശർക്കരയാണ് കേട്ടോ. ഇനി ശർക്കര പെട്ടെന്ന് മെൽറ്റ് ആവാനായിട്ട് 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ ഫ്ലെയിം മീഡിയം ടു ലോ ആയിരിക്കണം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച ഒരു പഴം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനിയിപ്പോൾ കൈ എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു പരുവെന്ന് വെച്ചാൽ ഈ ഒരു പാനിൽ നിന്ന് വിട്ട് വരണം. അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു ടൈമിൽ ഫ്ലെയിം മീഡിയം ടു ലോ ആയിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഒരു ഏത് പാത്രമാണ് എടുക്കുന്നത് അതിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് വിട്ട് വരുന്നതിന് വേണ്ടിയാണ്. അപ്പം ഞാൻ ഇതുപോലെ ഒരു മൗൾഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പീനട്ട്സ് ആണ് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏതായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു ബാറ്റർ ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സ്പാറ്റുല വെച്ച് തന്നെ എല്ലാ സ്ഥലത്തും ഒരുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ നല്ലപോലെ ഒന്ന് ലെവലാക്കി എടുക്കാം. ഇനി ഇതിന് മുകളിലായും കുറച്ച് പീനട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. 20 മിനിറ്റ് ആ ഒരു റൂം ടെമ്പറേച്ചറിൽ വെക്കുമ്പോൾ തന്നെ നല്ലതുപോലെ സെറ്റായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ 20 മിനിറ്റോളമാണ് ഞാൻ മാറ്റി വെച്ചത്. ഇനിയിപ്പോൾ ഒരു സ്പാറ്റുല ഉപയോഗിച്ച് ഇതിൻ്റെ വശങ്ങളൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിന് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. സ്ക്വയർ ഷേപ്പിലോ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. ഈ ട്രഡീഷണൽ സ്നാക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.